ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2025 റിലീസായ വൺ ഹൈസ്കൂൾ ഹീറോസ് എന്നൊരു ആക്ഷൻ ഡ്രാമ സീരീസാണ്. മൊത്തം 8 എപ്പിസോഡുകളാണ് ഈ സീരീസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട പോലെ മൊട്ടയും ഹാറ്റും തമ്മിൽ നേർക്കുനേർ ഫൈറ്റ് ചെയ്യും. അതിൽ ഹാറ്റിനെ അടിച്ചിടും. ഇപ്പോൾ മനസ്സിലായോ, നീ ഒന്നുമല്ല, പിന്നെ എന്തിനാ എൻ്റെ മുന്നിൽ ഇങ്ങനെ ടഫായി അഭിനയിക്കുന്നത്, എന്നിട്ടിത് ബാക്കി നിങ്ങൾ നോക്കിക്കൊള്ളണം എന്ന് പറയുന്നു. ശേഷം കിമ്മും അവൻ്റെ അമ്മയും പുതിയൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് താമസം മാറിയിട്ടുണ്ടാകും. ഇവിടെ നിനക്ക് നല്ല ആശ്വാസമുണ്ടാകും, ഹെൽത്ത് ഓക്കെ ആയാൽ മാത്രം സ്കൂളിലേക്ക് പോകാമെന്നും പറയുന്നു. ശേഷം അച്ഛൻ ഇപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ മൊത്തം ശൂന്യമായിരിക്കും. കാരണം ഇയാളോട് വഴക്കിട്ടിട്ടാണല്ലോ അവർ പോയത്. ശേഷം കാങ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഹാറ്റിനെ കാണാനായി ചെല്ലും. ഇതിവിടം കൊണ്ട് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ മറ്റേ ആ ഹെഡ്ഫോൺ വെച്ചവൻ എവിടെ, അവൻ ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. ശേഷം കാങ്ങും കിമ്മിനെ പോലെ ആകാശത്തോട്ട് നോക്കി നിൽക്കും. അപ്പോഴാണ് പിന്നിൽ നിന്ന് തൊപ്പി വിളിക്കുന്നത്. സംസാരിക്കാൻ താല്പര്യമില്ലാത്ത കാങ് അവിടുന്ന് പോകുന്നു. തൊപ്പിയും ഒരു ഫ്ലൈറ്റ് പോകുന്നത് നോക്കി നിൽക്കുന്നു. ശേഷം കാങ് ക്ലാസ്സിലായിരിക്കുമുള്ളത്. അവിടെ അവൻ കിമ്മിൻ്റെ സീറ്റിലോട്ട് നോക്കും. അവനെ നന്നായി മിസ് ചെയ്യുന്നുണ്ടാകും അവൻ. ശേഷം കിമ്മും അമ്മയും റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അമ്മ, നീ നിൻ്റെ ഫ്രണ്ട് കാങ്ങിനെ വിളിച്ചിരുന്നോ? അപ്പോൾ ഇതുവരെ വിളിച്ചിട്ടില്ല. അവന് നിൻ്റെ കാര്യം ഓർത്ത് നല്ല വിഷമമുണ്ട്. ഈ വീക്കെൻഡിൽ നമുക്കവനെ വീട്ടിലേക്ക് ക്ഷണിച്ചാലോ? നല്ലൊരു ട്രീറ്റ് കൊടുക്കാം. അപ്പോൾ അവനും ഓക്കെ പറയും. എന്നിട്ട് നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കും. ഇല്ലെന്ന് പറയും. അതെന്താ, ഇവിടെ നല്ല ആരെയും പറ്റിയില്ലേ? അപ്പോൾ ആരും എൻ്റെ ടൈപ്പല്ല. അത് കേട്ട് അമ്മ ചിരിക്കും. അപ്പോൾ കാങ്ങിന് ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കിമ്മിന് ചിരി വരും. അവൻ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. ഗേൾസിന് അങ്ങനെ ഇഷ്ടപ്പെടാൻ വഴിയില്ല, അവനേക്കാളും അടിപൊളി ഞാൻ തന്നെയാന്ന് പറയൂ. ശേഷം കാങ് നേരെ ആ മൊട്ടയും ടീംസുമുള്ള സ്ഥലത്തേക്ക് ചെല്ലും. എന്തിനാ വന്ന്? അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഹെഡ്ഫോൺ തിരിച്ചു തന്നേക്ക്. അതിനെന്തേ നീ ഒറ്റയ്ക്ക് വന്ന്? മറ്റേ സൂപ്പർ ഹീറോ എന്തേ? നിനക്കൊരു കാര്യം അറിയോ, ഇത് പൊട്ടിയതാ, സൗണ്ടില്ല. അപ്പോഴാണ് അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കാങ് അത് പ്ലേ ചെയ്യാൻ നോക്കിയപ്പോൾ അത് പൊട്ടിയതായി കണ്ടത്. വല്ലാത്തൊരു മനുഷ്യൻ തന്നെ എന്ന രീതിക്ക് അവനെ നോക്കും. കാങ്, എനിക്കറിയാം, അതുകൊണ്ട് അത് തിരിച്ചു തന്നേക്ക്. എനിക്കതിന് താല്പര്യമില്ലെങ്കിലോ നീ എന്തു ചെയ്യും? അപ്പോൾ ഞാൻ ബലപ്രയോഗം കൊണ്ട് അതെടുക്കും. അങ്ങനെ അവർ നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ചെല്ലും. അതവിടെ വെച്ച് വന്നെടുത്തു എന്ന് പറയും. ശേഷം കിമ്മും അമ്മയും തിരിച്ച് അവരുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തുമ്പോൾ അവിടെ പോലീസുകാരും അവൻ്റെ മുത്തശ്ശനും അച്ഛനും ഒക്കെ ഉണ്ടാകും. കിമ്മിനോട് എല്ലാം പാക്ക് ചെയ്യാൻ പറയും. നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ അമ്മ, വേണ്ട മുത്തശ്ശൻ, ഇവൾക്ക് മെൻ്റലി കുറച്ച് പ്രശ്നങ്ങളുള്ളതാണ്, ഇവളുടെ കൂടെ ഇവനെ നിർത്താൻ പറ്റില്ല. ഇത് കേട്ട അവൻ്റെ അമ്മയ്ക്ക് ഒരു നെഞ്ചുവേദന പോലെ തോന്നും. കണ്ടില്ലേ, ഇവൾ കഷ്ടപ്പെടുകയാണ്, ഇവിടുന്ന് വേഗം ഇവളെ മാറ്റാനായിട്ട് പറയും. നിൻ്റെ അമ്മയ്ക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണെന്ന് അച്ഛനും പറയും. അമ്മ, ഞാൻ ഓക്കെയാണ്, ഒരു ഫോൺ കോൾ ചെയ്തിട്ട് ഞാൻ തന്നെ ഇവിടുന്ന് പൊക്കോളാമെന്ന് പറയും. എന്നിട്ടൊരു വക്കീലിനെ ആയിരിക്കും അവർ വിളിക്കുന്നത്. കിമ്മിനോട്, ഞാൻ എന്തായാലും നിനക്ക് വേണ്ടി തിരിച്ചു വരും, കാത്തിരിക്ക്. അങ്ങനെ അമ്മ അവിടുന്ന് പോകുന്നു. അച്ഛൻ വന്നിട്ട് ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിയുമ്പോൾ അമ്മ ഭേദമായിക്കോളുമെന്ന് പറയും. കിം, ശരിക്കും ഇവിടെ ട്രീറ്റ്മെൻറ്റ് വേണ്ടത് നിങ്ങൾക്കാണ് എന്ന് പറയുന്നു. മറുഭാഗത്ത് കാങ് അടികൊണ്ട് അവശനായി കിടക്കുകയാണ്. മൊട്ട, എന്തായാലും ഫൈറ്റ് കൊള്ളായിരുന്നു, ഇനി ആ ഹെഡ്ഫോൺ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് അവൻ പോകുന്നു.
ശേഷം കിമ്മിനോട് അവൻ്റെ മുത്തശ്ശൻ അവൾ വക്കീലിനെ ഇറക്കി കളിക്കാമെന്ന് വെച്ചാ, പക്ഷെ ഒരു കാര്യമില്ല. എന്താണെന്നറിയോ, ഈ മെഡിക്കൽ ഫീൽഡിൽ എന്തും മറിക്കാനുള്ള പവർ എനിക്കുണ്ട്. നീ ഒരു മൈനർ ആയതുകൊണ്ട് നിൻ്റെ എൻവയൺമെൻറ്റ് അത്രയും നല്ലതായിരിക്കണം. നിൻ്റെ പാരൻസിന് അത് തരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് നീ ഇപ്പോൾ കഷ്ടപ്പെടുന്നത്. ബോസ്റ്റണിൽ ഒരു ബോർഡിംഗ് സ്കൂൾ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നിൻ്റെ അഡ്മിഷനൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. അതുവരെ നിനക്ക് എൻ്റെ കൂടെ നിൽക്കാമെന്ന് പറയും. അപ്പോഴാണ് കാങ് അവനെ വിളിക്കുന്നത്. കോൾ എടുത്ത് ഞാനിപ്പോൾ വരാമെന്ന് പറയും. ഇതാരാണ് ഈ നേരത്ത് വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടാണെന്ന് പറയും. എന്നിട്ട് പെട്ടെന്ന് തന്നെ കാറിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ശേഷം അവൻ കാങ്ങിൻ്റെ അടുത്തേക്ക് എത്തും. അവന് നല്ല പോലെ ഇഞ്ചുറി പറ്റിയതായി അവൻ കാണും. കയ്യിൽ അവൻ്റെ ഹെഡ്ഫോണും കാണുന്നു. കാങ്, നിൻ്റെ അച്ഛനെ ഞാൻ സ്കൂളിൽ വെച്ച് കണ്ടിരുന്നു. നീ അബ്രോഡ് പോയി പഠിക്കാൻ പോവാന്ന് കേട്ടു. ഇനി നമ്മൾ ഒരിക്കലും കാണാൻ പാടില്ലെന്നും പറഞ്ഞു. ഇത് തിരിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ വിളിച്ചത്. പിന്നെ സോറി പറയാനും. എന്നിട്ട് ഹെഡ്ഫോൺ ഞാൻ ശരിയാക്കിയിട്ടുണ്ടെന്നും പറയും. യൂട്യൂബിൽ നോക്കി ചെയ്തതാ, സിമ്പിളായിരുന്നു. എന്നിട്ട് അവൻ അത് പ്ലേ ചെയ്തു നോക്കും. അത് കേൾക്കുമ്പോൾ അവന് അവൻ്റെ ചേട്ടനെയായിരിക്കും ഓർമ്മ വരുന്നത്. അവന് അപ്പോൾ ഒരു സമാധാനം കിട്ടും. ശേഷം രാവിലെ പതിവ് പോലെ മേപ്പോട്ട് നോക്കി നിൽക്കും. പക്ഷെ അവനുള്ളത് ഇപ്പോൾ ആ മൊട്ട പഠിക്കുന്ന സ്കൂളിലാണ്. എന്നിട്ട് കാങ് വരുന്ന വഴിക്ക് കിമ്മിൻ്റെ അച്ഛൻ നിൽക്കുന്നുണ്ടാവും. കാങ്ങിനെ അടുത്തോട്ട് വിളിക്കും. നിങ്ങൾ രണ്ടും കൂടെ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്? നീയല്ലേ ഇന്നലെ രാത്രി കിമ്മിനെ വിളിച്ചത്? അവനിപ്പോൾ എവിടെയെന്ന് ചോദിക്കും. കാരണം പിന്നെ അവൻ അയാളുടെ അടുത്തേക്ക് ചെന്നിട്ടുണ്ടാവില്ല. ഇപ്പോൾ കാങ്ങിനും അറിയുന്നുണ്ടാവില്ല. ശേഷം കിം അവിടെ നിൽക്കുന്ന സമയത്താണ് മൊട്ട അവിടെ എത്തുന്നത്. അവനെ നോക്കി, നീ എന്താ വിചാരിച്ചേ, എൻ്റെ കഥ കഴിഞ്ഞെന്നോ? വാ പോവാന്ന് പറയും. എവിടേക്ക്? എന്നിട്ട് ആ ഹെഡ്ഫോൺ നോക്കി, നീ എന്തിനാ ഈ പൊട്ടിയ സാധനം വെച്ചുകൊണ്ട് നടക്കുന്നതെന്ന് ചോദിക്കും. അവിടുന്ന് കിം നേരെ അവനുമായി ഒരു ഫൈറ്റിൽ ഏർപ്പെടുന്നു. ശേഷം കിമ്മിനെ കാണാത്തത് കൊണ്ട് അന്വേഷിച്ച് നടക്കാണ് കാങ്ങും അവൻ്റെ അച്ഛനും. എത്ര വിളിച്ചിട്ടും അവൻ എടുക്കുന്നുണ്ടാവില്ല. അവന് എന്തേലും പറ്റിയാലുണ്ടല്ലോ ആദ്യം കൊല്ലുന്നത് നിന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് അവനെ അടിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് അവൻ്റെ ചേട്ടനായും അച്ഛനായും പിന്നെ സ്വന്തം മുഖമായും ഒക്കെ അവന് തോന്നും. അവൻ്റെ എല്ലാ ട്രോമാസും അവന് ബാക്കിയുള്ളവരുടെ മുഖം ഓർത്ത് അടിച്ചു തീർക്കും. എന്നിട്ട് ആ ഹെഡ്ഫോണും വെച്ച് അവനെ ചവിട്ടാൻ നിൽക്കുന്ന നേരം അവിടേക്ക് കാങ് വരും. അത് നിർത്താൻ പറയും. കൂടെ അവൻ്റെ അച്ഛനും ഉണ്ടാകും. അച്ഛൻ ഇത് ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. അയാൾ ഇത് കണ്ട് ഞെട്ടി, എന്തൊക്കെയാടാ ഇത്? അവൻ ഈ നേരം ഞാൻ എൻ്റെ സ്വപ്നം എന്തെന്ന് ഓർക്കുന്നു. ഈ ആകാശം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നിട്ട് മൊട്ടക്കിട്ടൊരു ചവിട്ട് കൊടുത്ത് ഇതാണ് എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നും പറയും. ആ നേരത്ത് ഒരു ഫ്ലൈറ്റ് അവൻ്റെ മുകളിലൂടെ പോകും. അച്ഛൻ, നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്താണ് നിനക്ക് പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ അവൻ, അച്ഛാ ഇപ്പോഴെങ്കിലും നിങ്ങൾ ചോദിച്ചല്ലോ എന്തിനെന്ന്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോഴുള്ളത് അവൻ്റെ അമ്മയുടെ കൂടെയായിരിക്കും. അവൻ ബോർഡിംഗ് സ്കൂളിൽ പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. ഇവനെ നന്നായി നോക്കിക്കോളാമെന്ന് അതിലുള്ള ആളുവെന്ന് പറയും. അതുകൊണ്ട് വിഷമിക്കേണ്ട, അമ്മ അവനോട് എന്തു വന്നാലും നീ സ്ട്രോങ് ആയി നിൽക്കണമെന്ന് പറയും. ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. അങ്ങനെ അവൻ കെട്ടിപ്പിടിച്ച് യാത്രയും പറഞ്ഞു നിൽക്കുമ്പോൾ കുറച്ച് മാറി അകലെ കാറിൽ അവൻ്റെ അച്ഛനും ഉള്ളതായി കാണും. അച്ഛനും ഒരു വണക്കം വെച്ച് കൊടുത്ത് അവൻ ബസ്സിലേക്ക് കയറും. അതിനുള്ളിൽ കയറി പാട്ടൊക്കെ കേട്ടിരിക്കുമ്പോഴാണ് ഒരു കൈ വന്ന് അവനെ പിടിക്കുന്നത്. അത് കാങ് ആയിരിക്കും.
ഞാനും അവിടുന്ന് ട്രാൻസ്ഫർ അടിച്ചു എന്ന് പറയും. അങ്ങനെ ബസ് പുറപ്പെടും. ശേഷം അവരുടെ പുതിയ സ്കൂളിലേക്ക് എത്തുന്നു. ആ ഗൈഡ് എല്ലാവരും പെട്ടെന്ന് തന്നെ ഇറങ്ങണം, വേഗം എന്ന് പറയുമ്പോഴും വലിയ സ്പീഡില്ലാത്തത് കൊണ്ട് തന്നെ ആ ഗൈഡ് ഒരുത്തനെ ചവിട്ടി തെറിപ്പിക്കും. നിന്നോടല്ലടാ വേഗം വരാനായി പറഞ്ഞത്. എന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന ഒരുത്തനെ ചവിട്ടി എഴുന്നേൽപ്പിച്ചു വിടും. ഇത് കണ്ട് ബാക്കി സ്റ്റുഡൻസും ഒന്ന് പേടിക്കും. പെട്ടെന്ന് എല്ലാവരും പുറത്തിറങ്ങുന്നു. ഇത് കണ്ട കിമ്മിനും കാങ്ങിനും മനസ്സിലാവും അവർ എത്തിപ്പെട്ടത് ഒരു സാധാരണ സ്കൂളിലേക്കല്ലെന്ന്. കാണുമ്പോൾ തന്നെ ജയില് പോലെ ഇരിക്കുന്നൊരു സ്കൂള്. അവർ ഇതുവരെ കളിച്ച കളിയല്ല, ഇനിയാണ് ശരിക്കുള്ള കളി നടക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കി അവർ സ്കൂളിലേക്ക് പ്രവേശിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ സീസൺ അവസാനിക്കുന്നത്. ഒരു സെക്കൻഡ് സീസണിന് ലീഡ് കൊടുത്തുകൊണ്ടാണ് ഈ എപ്പിസോഡോട് അവസാനിക്കുന്നത്. അപ്പോൾ ഈ സീരീസിൻ്റെ അഭിപ്രായം എല്ലാവരും കമൻറ്റിൽ അറിയിക്കുക. അടുത്ത സീസൺ വരുമ്പോൾ ഉറപ്പായും ചെയ്യുന്നതായിരിക്കും.